നമസ്കാരം. 15 വർഷമായി ഇരുട്ടിൽ കഴിയുന്നൊരു കുടുംബം. കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നാം. ഇത് കേരളത്തിലാണ് സംഭവിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചില ഗ്രാമപഞ്ചായത്തിൽ കൈതൃക്കോണം വാർഡിലെ 79 വയസ്സുകാരിയ ലളിതാമ്മയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 15 വർഷമായി ഈ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. അത് ഇന്ന് വിഷുദിനത്തിൽ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തുകയാണ്. അന്ന് വെളിച്ചം വരുന്ന ഒരു അസുലഭമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വാർഡ് മെമ്പറും പിന്നെ അതിൻ്റെ ചുക്കാൻ പിടിച്ച പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു കർമ്മത്തിലേക്ക് കടക്കാം. ആദ്യം ശ്രീ കേശവൻ നായരും വാർഡ് മെമ്പർ മാലിനിയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒരു സ്വിച്ച് ഉണ്ട്. ഇങ്ങനെ സന്തോഷമായോ? 15 വർഷമായി ഇരുട്ടിലായിരുന്നു അല്ലേ? വെളിച്ചം കിട്ടിയപ്പം നല്ല സന്തോഷം തോന്നുന്നു. നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്ന് ഒരു 10-20 വർഷത്തിനിപ്പുറം വെച്ചാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ നമുക്ക് ആരും സഹായിക്കുന്നില്ല. ഇപ്പം ഇവർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത്. വാർഡ് മെമ്പർ മാലിനി ഇലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? പറഞ്ഞു. അപ്പം മുൻപ് നേരത്തെ കൊണ്ടായിരുന്ന സമയത്ത് വാർഡ് മെമ്പർമാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ട് അവരൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ ഒന്നിനും പോകില്ല, ഒരു പാർട്ടിയിലുടെയും പിന്നെ ഒരു കാര്യത്തിനും പോകില്ല. ഒരിക്കൽ 2 വട്ടം പറഞ്ഞാൽ പിന്നെ എനിക്കത് പിന്നീട് പറയുന്നത് എനിക്കത് ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ വാർഡിൽ നമ്മളെ മെമ്പർമാർ വന്നപ്പോൾ അത് വിജയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് മുടിച്ച് അത് ഭരിച്ച് അതങ്ങനെ തുലച്ച്. കോൺഗ്രസും ഇല്ല, കമ്മ്യൂണിസ്റ്റും ഇല്ല, ആരും ഇല്ല. BJP കാരാണ് കുറ്റം പറയണം. അവർ നല്ല കാര്യം ചെയ്യാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വാർഡ് മെമ്പർ വന്നതന്നെ നല്ല കാര്യം ചെയ്യുന്നത്. നമുക്ക് നമ്മളവരെ ഒപ്പം തന്നെ. അല്ലാതെ ഇത് വേറെ ആരും അതിന് മുമ്പേ ഭരിച്ചവരാരും ഒന്നും സഹായിച്ചിട്ടില്ല. ഒരു 10 പൈസയ്ക്ക് പോലും ഒരു വഴി ഉണ്ടാക്കി തന്നിട്ടില്ല. ഇപ്പം ഇവർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇപ്പം ആയിട്ടുള്ളത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാലിൽ 2 പുണ്ണ് 3 വർഷം ആയി ഇതുവരെ പൊറുക്കും പിന്നും പഴുക്കും അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഒറ്റ മനുഷ്യർ ഒരു സഹായത്തിന് ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഇത് മുന്നിട്ടിറങ്ങി ഇതൊക്കെ അന്വേഷിക്കുന്നത്, അല്ലാതെ അതിനെ കൊണ്ടൊന്നിനും കഴിവില്ല. അപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കണ്ടപ്പം ഇത് പറഞ്ഞു, അത് കൃത്യമായിട്ടും ചെയ്തു തന്നു. എന്താ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാർഡ് മെമ്പർ തന്നെ അടുത്തേക്കാണ്. അപ്പം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. എന്തായാലും ഇന്ന് മുതൽ വെട്ടം കാണാമല്ലോ. ഇത് ഇപ്പോഴാണെങ്കിൽ ചുവന്നൊലിച്ച് കിടക്കാൻ ഒക്കില്ല. അത് മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അവർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ശരി. അപ്പം എന്തായാലും അമ്മയ്ക്ക് സന്തോഷം അല്ലേ? അവർ ചെയ്യും. സന്തോഷം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തിന് മുന്നിട്ട് നിന്ന, അല്ലെങ്കിൽ ഈ ഒരു കർമ്മത്തിന് കാരണഭൂതയായ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ മാലിനി ചേരുകയാണ്. അതെങ്ങനെയാണ് ഇത് ശ്രദ്ധയപ്പെട്ടത്? ഞങ്ങളിവിടെ ഇലക്ഷൻ പ്രചരണത്തിന് വരുമ്പോഴായിരുന്നു ഈ വീടിൻ്റെ ഒരു ദുരവസ്ഥ നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ അതിദരിദ്രർ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ഈ ഒരു നാട്ടിൽ തന്നെ, നമ്മുടെ ഈ വാർഡിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളുണ്ട് എന്ന് കാണുന്നത് തന്നെ ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് വരുമ്പോഴായിരുന്നു. പക്ഷേ എല്ലാവരെക്കാളും വളരെയധികം പ്രശ്നത്തിലായിരുന്നു ഈ അമ്മയും കാലുവേദ ഈ അമ്മയുടെ മകനും. എന്ന് വെച്ചാൽ അത് ഇത് ഒരു ഇടവഴിയിൽ കൂടെ ഏറ്റവും താഴെ നല്ല താഴ്ചയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ കറണ്ടും ഇല്ല. എന്തെങ്കിലും രാത്രിയിൽ അസുഖം വല്ലതും വന്നു പോയാൽ പോലും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള റോഡ് അങ്ങനത്തെ ഒരു സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും വളരെയധികം പെട്ടെന്ന് തന്നെ അത് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ ഒരു കറണ്ട് വൈദ്യുതിയുടെ ഒരു സഹായം കൊടുക്കണമെന്ന് തോന്നിയതും അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ല, ഇതിനായിട്ട് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ ചേട്ടനും ഇവിടെയുള്ള മറ്റ് നാട്ടുകാരും എല്ലാവരും നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും ഇതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന്, അത് ഈ ഒരു നല്ലൊരു ദിവസത്തിൽ തന്നെ നമുക്കിതിനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്ചര്യം തോന്നും. കാരണം 15 വർഷമായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു സ്ഥലത്ത് 15 വർഷമായിട്ട് ഇരുട്ടിനിൽ കഴിയുന്ന ഒരു കുടുംബം. അതുമാത്രമല്ല സുഖമില്ലാത്തൊരു മകനും അവരുടെ ആശ്രയമില്ലാതെ കിടക്കുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേ പെട്ടെന്ന് ഇതങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഇത് നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അതല്ലാതെ അതിനുശേഷം നമ്മൾ ഒരിക്കൽ അമ്മയെ കാണാൻ വേണ്ടി ഒരു രാത്രി നമ്മൾ ഇതിന് ഒരു ആധാറിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം ഇവിടെ വന്ന സമയത്ത് സ്വന്തമായിട്ട് ഇരുട്ടിലാണ് കിടക്കണത്. അപ്പം നമ്മൾ വന്നപ്പോഴാണ് അമ്മ കട്ടിലിൽ നെയ്ച്ച് വിളക്ക് കത്തിച്ചിട്ട് അപ്പം അമ്മയുടെ ആധാറിൻ്റെ ഫോട്ടോ എടുത്ത് വിളക്കിൽ വെച്ചിട്ടാണ് അമ്മയുടെ ഫോട്ടോ എടുത്തത്, ആധാറിൻ്റെ ഫോട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് കണ്ടപ്പോൾ തന്നെ മാനസിക കാര്യം, നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഇത്രയും ചിമ്മിനി വിളക്കിലാണ്. അപ്പോൾ ഇത്രയും വർഷം അതൊക്കെ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് അമ്മ അത് ആണ് ഉപയോഗിച്ചത്. അത് കണ്ട കാലുവയ്യാത്ത മകനുമായിട്ട് കട്ടിൽ കിടന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ ചാർജ് ചെയ്തതിന് ശേഷമാണ് ഫോൺ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ആശയം തോന്നി, പെട്ടെന്ന് തന്നെ അവർക്ക് കറണ്ട് വേണം. ഏറ്റവും പ്രധാന ഘടകം ഇപ്പോൾ അവരുടെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ദയനീയ അവസ്ഥ. അതിൽ നിന്നും ഏറ്റവും പ്രധാനം കറണ്ടാണ്. കാര്യം വയസ്സായ അമ്മയാണ്. ആ അമ്മ വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ വെട്ടമില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരും ഒന്നിക്കുകയും വാർഡ് മെമ്പറെല്ലാം നമുക്ക് ഒന്നിച്ച് ചെയ്യാതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. കാര്യം ഇതുപോലെ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം നിലയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ 5 വർഷം കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ആളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതിനുവേണ്ടി ഫസ്റ്റ് ഘട്ടം നിലയ്ക്ക് വിഷു കൈനീട്ടം നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ഈ കർമ്മം ചെയ്യുന്നത്. അത് വളരെ നമുക്ക് തന്നെ നമ്മുടെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ KSEBയിലെ ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വയറിങ് ചെയ്ത ഹരിച്ചേട്ടൻ, ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. അവരെയൊക്കെ തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തന്നു, സപ്പോർട്ട് എല്ലാം റെഡിയാക്കിയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ പഞ്ചായത്തിൽ നിന്ന് പേപ്പറൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിച്ചു. ഇന്ന് വിഷുവിൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് ഇത് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു. അത് വലിയ സന്തോഷം. വീടുകൾ കണ്ടില്ല എത്രയും ദയനീയ അവസ്ഥ. ഇനി ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ നാട്ടിൽ കൊണ്ടുവരാനുണ്ട്. നമ്മൾ 100% നമ്മൾ കൊണ്ടുവരും. അപ്പോൾ സുനിൽജി പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ ശരിക്കും കണ്ടതാണ്. അപ്പോൾ വാർഡ് മെമ്പർ ഈ ഒരു വെളിച്ചം ഇവിടെ എത്തിച്ചു. അടുത്ത് ഒരു വീടിൻ്റെ ഈ അമ്മയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള പല ആൾക്കാരും നമ്മുടെ ഇപ്പോൾ പറയുന്നത് അനുസരിച്ചായിട്ടാണെങ്കിൽ അതിദരിദ്രർ ഇല്ല എന്നാണ്, കേരളത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അതിദരിദ്രർ ഇല്ല എന്ന് ഇവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ആൾക്കാർ ഒരു വീട്ടിൽ തന്നെ അപ്പുറം ഇപ്പുറമായിട്ട് ഷെഡ് പോലെ വച്ച് കെട്ടി താമസിക്കുന്ന ഒരു ഏരിയയാണിത്. ഇപ്പോൾ ഇവർ പിന്നെ ഈ അതിദരിദ്രർ എന്ന് പറയുന്നത് ആരെയാണെന്നാണ് ഞാൻ പഴയ ലക്ഷം വീട് പോലെ ഒരു വീടിന്റെ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവരുടെ കണ്ണിൽ പെടുന്നില്ലേ? ഈ പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് 20-ാം വാർഡെന്ന് പറയുന്നത്, കൈതൂർക്കോണം വാർഡെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. നാട്ടുകാരെന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? നാട്ടുകാരെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ അമ്മയ്ക്ക് ഈ ലൈറ്റ് വെട്ടം കൊടുത്ത മെമ്പർക്കും ഇതിൽ ഭാരവാഹികളായ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഞാനും ലക്ഷം വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ 2 പൊറുതിയാണ്. അപ്പോൾ അത് ഒറ്റ വീടാക്കി തരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾ മെമ്പറെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. മെമ്പറിന് കഴിയണത് ചെയ്യും. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ആ അമ്മ മാത്രം അതുപോലെ തന്നെ സുഖമില്ലാതെ, കാലിൽ സുഖമില്ലാതെ ഓട്ടിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വളരെ കഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് മുമ്പ് ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അത് എൻ്റെ പേരിനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ശ്രീകുട്ടനായിട്ട് ഇതുള്ളതും പിന്നെ എല്ലാവരും എന്നെ സഹായിച്ചു, നന്ദിയുണ്ട്. ഓട്ടോ ആണ് ജീവിതം. അതാണ്, ഓട്ടോയാണ് ജീവിതം. അപ്പോൾ അവരിതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞു ഒരു സന്തോഷം തോന്നുന്നില്ലേ? എന്തായാലും ഒരു വീട് ചിലപ്പോൾ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലോ. ചെറുമാൻ മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് സർക്കാർ പലതവണയും പറയുന്നത്. ദരിദ്രരില്ല, ഒരു വീട്ടിൽ ഒരാൾ എന്നൊക്കെ. ഇത് അതിൻ്റെ നേർക്കാഴ്ചയാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ, തലസ്ഥാന ജില്ലയിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി വീടുകളും ഒട്ടനവധി കഥനകഥകളും നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്നുവെങ്കിലും തുടരെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി മാറണം. അതുമാത്രമാണ് ഇന്ന് ഈ വിഷുദിനത്തിൽ ഇവിടെ കാണാൻ സാധിച്ചത്. ഈ നല്ല ദിവസത്തിൽ നല്ലൊരു കാഴ്ചയോടുകൂടി അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.